കിഫ്ബിക്ക് വീണ്ടും സമൻസ് അയച്ചതിൽ ഇഡിയോട് വിശദീകരണം തേടി ഹൈക്കോടതി. ബുധനാഴ്ചയ്ക്കകം മറുപടി നൽകാൻ സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. സമൻസിൽ ഇഡി പഴയ കാര്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുവെന്നാണ് കിഫ്ബിയുടെ ആക്ഷേപം. സാലി മുഹമ്മദ് കൂടുതൽ വിശദാംശങ്ങളുമായി. സാലി, എങ്ങനെയാണ് കോടതിയുടെ നിരീക്ഷണം? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? കീർത്തി, അതായത് ഫെമ നിയമലംഘനം ആരോപിച്ച് കിഫ്ബിക്ക് വീണ്ടും ഒരിക്കൽ കൂടി നോട്ടീസ് അയക്കുന്ന നടപടിയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനെ തുടർന്നാണ് കിഫ്ബി അധികൃതർ ഇന്ന് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. ആ ഹർജി പരിഗണിച്ച സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഇക്കാര്യത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ്. അതായത് ബുധനാഴ്ചയ്ക്കകം വിശദീകരണം നൽകണം. ഈ ഹർജിക്കാരുടെ പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് ഈ ചോദിച്ച ചോദ്യങ്ങൾ മുൻപും പലതവണ ചോദിക്കുകയും അതിന് വിശദീകരണവും മറുപടിയും നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ വീണ്ടും നോട്ടീസ് നൽകുകയും വിളിച്ചു വരുത്താനും ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കിഫ്ബിയുടെ ആക്ഷേപം. ആ ആരോപണം കോടതി വളരെ ഗൗരവത്തിലെടുത്തു. എന്താണ് സംഭവിച്ചത് എന്ന് കോടതി വാക്കാൽ ആരാഞ്ഞു. അതിനുശേഷമാണ് വിശദീകരണം നൽകണം എന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും ഇങ്ങനെ വീണ്ടും വീണ്ടും നോട്ടീസ് നൽകുന്നതിന് കിഫ്ബിക്ക് അധികാരമില്ല, ഇഡിക്ക് അധികാരമില്ല എന്നുള്ളതാണ് കിഫ്ബിയുടെ പ്രധാനപ്പെട്ട നിലപാട്. അതിലൊരു പരിശോധന നടത്താൻ തന്നെയാണ് കോടതിയുടെ തീരുമാനം. മുൻപും തോമസ് ഐസക് സമർപ്പിച്ച ഹർജിയിലും സമാന സാഹചര്യം ഉടലെടുത്തിരുന്നു. അന്ന് കോടതി തുടർ നടപടികളെല്ലാം സ്റ്റേ ചെയ്തിരുന്നു. പക്ഷേ എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ തെളിവുകൾ ലഭ്യമായതിനു ശേഷം മാത്രം തുടർ നടപടികളിലേക്ക് കടക്കാം, വേണമെങ്കിൽ വിളിപ്പിക്കാം എന്ന് തോമസ് ഐസക്കിൻ്റെ കാര്യത്തിൽ കോടതി ഇഡിയോട് പറഞ്ഞിരുന്നു. അങ്ങനെ ആ കേസ് പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. അതിനിടെ ഇന്ന് തോമസ് ഐസക്കിന് നോട്ടീസ് നൽകിയിരുന്നു. തോമസ് ഐസക്ക് ഇന്ന് ഹാജരായിട്ടില്ല. അപ്പോൾ സമാന സാഹചര്യം കിഫ്ബി എന്ന സ്ഥാപനത്തിന് നേരെയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടുകൂടിയാണ് കോടതിയിൽ കിഫ്ബി ഹർജിയുമായി എത്തിയത്. ഏതായാലും ഹർജി ഗൗരവത്തിൽ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ ബെഞ്ച് പരിഗണിച്ചു. അതിനുശേഷം ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുക എന്നാണ് കോടതി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇഡിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചടി തന്നെയാണ്. കാരണം ഫെമ നിയമലംഘനം ഈ മസാല ബോണ്ടിലടക്കം ആരോപിച്ചുകൊണ്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചതും തുടർ നടപടികളിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായി കിഫ്ബിയോടും ഡോക്ടർ തോമസ് ഐസക്കിനോടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പലതവണ നോട്ടീസ് നൽകിയത്. അതിൽ കൃത്യമായൊരു വിശദീകരണം ഇതിനകം തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കിഫ്ബിയും തോമസ് ഐസക്കും നൽകിയിരുന്നു. തുടർന്ന് തോമസ് ഐസക്കിൻ്റെ ഹർജി പരിഗണിച്ച കോടതി തുടർ നടപടികളെല്ലാം റദ്ദാക്കിക്കൊണ്ട് ആവശ്യമെന്ന് കണ്ടാൽ മാത്രം നോട്ടീസ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാവൂ എന്ന് നിർദ്ദേശിച്ചു. അപ്പോൾ ആ നിർദ്ദേശങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇത്തരമൊരു നിലപാടിലേക്ക് എത്തിയത്. വീണ്ടും കിഫ്ബിക്ക് നോട്ടീസ് അയച്ചത്. തുടർന്നാണ് കിഫ്ബി കോടതിയിലെത്തിയതും കോടതിയിൽ നിന്ന് ഇങ്ങനൊരു നിലപാടെടുക്കുന്നത്. അതായത് ബുധനാഴ്ചയ്ക്കകം എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരണം നൽകണം എന്നാണ് ഇഡിയോട് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ശരി, സാലിയാണ് വിവരങ്ങൾ നൽകിയത്.